ഇരിക്കാൻ സമയമില്ല, അടുക്കളയിൽ പോയിട്ട് ഇഷ്ടം പോലെ പരിപാടികൾ കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ മുല്ലപ്പൂ അവിടെ ഇരിക്കട്ടെ, അടുക്കളയിലാകെ സുഗന്ധം പരക്കട്ടെ. ഇങ്ങനെ നമുക്ക് ചുട്ടെടുക്കാം. അസ്സലാമു അലൈക്കും ഡിയേഴ്സ്. അപ്പോൾ ഇത് ഇന്നലെ പോസ്റ്റ് ചെയ്ത വീഡിയോൻ്റെ ബാക്കി കുറച്ച് ഭാഗമാണ് കേട്ടോ. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്ത കൂട്ടുകാർ അതൊന്ന് വേഗം കണ്ടു നോക്കൂ കേട്ടോ. ജനൽ തുറന്നിടാറില്ല കേട്ടോ. ക്ലീനിങ് കഴിഞ്ഞ് പോകുമ്പോൾ അടച്ചിടും. അറിയാലോ, പാമ്പിൻ്റെ ശല്യമുള്ളതല്ലേ. റിസ്ക് എടുക്കാറില്ല, അത് അടച്ചിടും. ചായ കുടിച്ച് കഴിഞ്ഞ് അടുപ്പും കത്തിച്ച് അരിയിട്ട് തുണികളൊക്കെ വാഷിംഗ് മെഷീൻ കൊണ്ടിട്ടിട്ട് വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കും കേട്ടോ. ടേബിളത്തെ കസേര വീട്ടിലുള്ള ദിവസങ്ങളിലാണെങ്കിൽ ഇക്കയും മക്കളും ഒക്കെ എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. ഇനി മക്കളൊന്നും ഹെൽപ്പ് ചെയ്യാറില്ലേ എന്നൊന്നും ചോദിക്കരുത്. മണി പ്ലാന്റ് വെള്ളത്തിലിട്ട് വെക്കുമ്പോൾ അതിൻ്റെ വെള്ളം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റി കൊടുക്കണം കേട്ടോ. എന്നാലേ അത് നല്ല ഫ്രഷ് ആയിട്ട് വളരുള്ളൂ.
രാവിലെ കുളിച്ചാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ, ആകെ വയർത്ത് കുളിച്ചു. അപ്പം ആ വേർപ്പൊക്കെ ഒന്ന് മുഖത്തൊന്ന് കഴുകി കളഞ്ഞിട്ട് ഒന്ന് ഡ്രസ്സൊക്കെ ഒന്ന് മാറി ഒന്ന് ഫ്രഷ് ആവണം. അപ്പോൾ ഒന്ന് വെച്ച് കുറച്ച് പാക്ക് ഇടാമെന്ന് വിചാരിച്ചു. വെച്ചിട്ട് ഈ പാക്ക് ഈ വെയിലടിച്ചിട്ടുണ്ടാവുന്ന കരിവാളിപ്പൊക്കെ പോകാനൊക്കെ പൊടിയിൽ കുറച്ച് തൈര് ചേർത്ത് തേക്കണത് നല്ല നന്നാവും കേട്ടോ. കുറച്ച് പാക്ക് ഇട്ടിട്ട് ബാക്കിയുള്ളതൊക്കെ നമ്മൾ കയ്യിൽ നിന്ന് ഒരു 10-20 മിനിറ്റ്, സമയം ഉണ്ടെങ്കിൽ 20 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ്. അപ്പോൾ ഇതൊന്ന് കഴുകി കളഞ്ഞിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. അപ്പം നമുക്ക് ആ പഴുത്ത മാങ്ങോടുള്ള അച്ചാർ പെട്ടെന്നൊന്ന് ഉണ്ടാക്കി വെക്കാം. ചട്ടിയെല്ലാം ചൂടായിട്ട് വരുമ്പോൾ നല്ലെണ്ണ ഒഴിക്കാം. കുറച്ച് കടുകിട്ട് പൊട്ടിക്കാം. അതോടൊപ്പം തന്നെ കുറച്ച് ഉലുവ പൊട്ടിക്കഴിയുമ്പോൾ കറിവേപ്പില കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചെറുതാക്കി എറിഞ്ഞത് ഇട്ട് കൊടുക്കാം. അത് നന്നായി ഒന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കാശ്മീരി ചില്ലി പൗഡറാണ് ഇടുന്നത് കേട്ടോ. ഇത് കളർ ഉണ്ടാകാൻ വേണ്ടിയിട്ട്. സാധാ മുളക് പൊടിയും ചേർക്കാം കേട്ടോ. ഞാൻ അച്ചാറൊരു കളറായിക്കോട്ടെ വിചാരിച്ചിട്ടാണ് കാശ്മീരി ചേർത്ത് കൊടുക്കുന്നത്. ആ പൊടികളുടെ ഒക്കെ ഒരു പച്ചമണം പോയി തുടങ്ങുമ്പോഴേക്കും മാങ്ങ ഇട്ട് കൊടുക്കുക. നമ്മൾ പഴുത്തതും ചെനച്ചതൊക്കെ ആയിട്ടുള്ള മാങ്ങ ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഞാൻ കല്ലുപ്പ് എടുക്കും കേട്ടോ. ഇത് അധികം അങ്ങനെ വേവണ്ട കേട്ടോ. തീ ഒന്ന് സിമ്മിലേക്ക് ആക്കി വെച്ചിട്ട് കായം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. കുറച്ച് ഉലുവ പൊടിച്ചതും അവസാനമായിട്ട് ശർക്കര ഉരുക്കിയിട്ട് അരിച്ചെടുത്ത് വെക്കണം, അതും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ അവസാനമായിട്ട് കുറച്ച് വിനാഗിരി. ഇത്രേ ഉള്ളൂ അച്ചാറിൻ്റെ പണി. നല്ല എരിവും പുളിയും മധുരമൊക്കെ ഉള്ള നല്ല അടിപൊളി അച്ചാർ റെഡിയായി. ഈ സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. മാങ്ങ അധികം വേവുണ്ട് കേട്ടോ. അങ്ങനെ പച്ച കൊടുക്കുന്ന തന്നെ കടിക്കാൻ ഒരു ടേസ്റ്റാണ്. ഒന്ന് ചെരിച്ച് അടച്ച് അപ്പോൾ അവരവിടെ തണുക്കട്ടെ. നമുക്ക് തണുത്തിട്ട് കുപ്പിക്ക് മാറ്റാം. ഈ ചൂടത്ത് തൈര് നല്ലോണം കഴിക്കണം കേട്ടോ.
ആ കോളിഫ്ലവർ രാവിലത്തെ കോളിഫ്ലവർ വെച്ചിട്ട് തട്ടിക്കൂട്ട് സാധനം ഉണ്ടാക്കിയത് കേട്ടോ. ഈ പുളിയിഞ്ചൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ഇഷ്ടപ്പെടും കേട്ടോ. പഴുത്ത മാങ്ങ വെച്ചാൽ നല്ല ടേസ്റ്റാണ്. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു മധുരം കഴിക്കുന്ന ശീലം നിൽക്കുന്നുണ്ട്. ഇവിടെ വന്നിട്ട് ഇക്ക അങ്ങനെ കഴിക്കണം കണ്ടിട്ട് ഇക്കാൻ്റെ ഒപ്പം കൂടിയിട്ട് ശീലിച്ചതാണ് കേട്ടോ. അപ്പോൾ ചോറ് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു മധുരം കഴിക്കണം. ഇന്നത്തെ പരിപാടി ഒന്ന് മയങ്ങി നിൽക്കുക, പിന്നെ മയങ്ങി വെച്ചിട്ട് കിടണം. ചുരിദാർ നിൻ്റെ അടുത്ത് നിന്ന് വാഷിംഗ് മെഷീനിലേക്കൊന്ന് വീണപ്പോഴേ അറിയാതെ ഞാൻ വാഷിംഗ് മെഷീനിൽ ഒന്ന് വാഷ് ചെയ്തിട്ടോ. അപ്പോൾ ചെറുതായിട്ടൊന്ന് കളർ ഇളകിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വാഷിംഗ് മെഷീൻ വിടാൻ അത് വാഷിംഗ് മെഷീൻ കിട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ അതിലെ ബക്കറ്റിൽ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പുതിയ ഡ്രസ്സല്ലേ, പുതിയ ഡ്രസ്സ് ഞാനിങ്ങനെ വാഷിംഗ് മെഷീനൊക്കെ ഇടാറില്ല. കളർ പോയി എന്ന് വെച്ചിട്ട് മങ്ങണമൊന്നുമില്ല കേട്ടോ. ആ കളർ അപ്പോഴും അതേപോലെ തന്നെ ഉണ്ട്. എന്നാലും 799 രൂപയ്ക്ക് ലാഭം തന്നെയാണ് കേട്ടോ. ഇക്ക ചായക്ക് മധുരം ഇടുന്നില്ല കേട്ടോ. പക്ഷേ അത് ചായക്ക് ഏലക്കായ് വേണം. ഏലക്കായ് മസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും. അപ്പം ഞങ്ങൾ പോയി ചായ കുടിക്കട്ടെ.